ആ ക്യാരക്ടറിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഏതൊരാൾക്കും ആ ക്യാരക്ടറിലേക്ക് വരാൻ പറ്റും. ഒബ്സർവേഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. അപ്പോൾ അനുഷ്ക ഷെട്ടിക്കല്ല ഞാൻ ആദ്യം കൊടുത്തത്, ലക്ഷ്മി ഗോപാലസ്വാമിക്കായിരുന്നു. ലക്ഷ്മി ഗോപാലസ്വാമി അതിലെ അമ്മ ക്യാരക്ടർ മറ്റേ സിനിമയുടെ പേര് മറന്നുപോയി, നരസിംഹറെഡ്ഡിയിൽ ലക്ഷ്മി ഗോപാലസ്വാമിയാണ് അമ്മ. അമ്മയ്ക്ക് വോയിസ് കൊടുത്ത അമ്മ ഒരു സാത്വികയായിട്ടൊരു സ്ത്രീ, വളരെ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തൊരു അമ്മയാണ്. വോയിസ് ടെസ്റ്റ് ചെയ്തു, ഓക്കെ അടിച്ചു, ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് അനുഷ്ക ഷെട്ടി പവർഫുൾ ക്യാരക്ടറാണ്. ആ പവർഫുൾ ക്യാരക്ടർ കന്നഡ തെലുങ്ക് പോകുന്നത് എങ്ങനെയാണോ ആ വോയിസ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ചെയ്തു, ഹീറോയിൻ വോയിസിൽ ചെയ്തു. പക്ഷേ തെലുങ്കിലും കന്നഡയിലും പോകുന്നത് ഭയങ്കര പവർഫുൾ. കാരണം അവർ ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ പവർഫുൾ വോയിസ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ കൊടുക്കണം. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജയലക്ഷ്മി ആ ക്യാരക്ടറും കൂടെ ഒന്ന് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓൾറെഡി ഇവിടെ ലക്ഷ്മിക്ക് ചെയ്തതാണല്ലോ, അപ്പോൾ രണ്ടും കൂടെ അതൊന്നും പ്രശ്നമല്ല, വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് മൂവി തുടങ്ങുന്ന സമയത്ത് ലാലേട്ടനും പിന്നെ എൻ്റെ വോയിസാണ് നരേഷൻ പോകുന്നത്. ഝാൻസി റാണിയാണ് നരേഷൻ പറയുന്നത്, ഈ ഭടന്മാരോട് അവരുടെ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ വോയിസും വരുന്നുണ്ട്, അനുഷ്ക ഷെട്ടിയുടെ വോയിസും വരുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ അനുഷ്ക ഷെട്ടിയെ സ്ക്രീനിൽ കാണിക്കുന്നത് 3 സീനിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ വോയിസ് ഓവറാണ് പോകുന്നത്. അതപ്പോൾ ഒരു സിനിമയിൽ അങ്ങനെ വലിയൊരു സിനിമയിൽ 2 ക്യാരക്ടർ അങ്ങനെ ചെയ്തിട്ടുണ്ട്.